എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഞങ്ങളുടെ ഓണ ആഘോഷ പരിപാടികളെ പറ്റിയായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഒരു അത്തപ്പൂക്കളം ഇടണം. അത്തപ്പൂക്കളം ഇല്ലാതെ എന്ത് ഓണാഘോഷം എന്ന് വിചാരിച്ചു, പക്ഷേ പൂവില്ലായിരുന്നു. പിന്നെ ചുറ്റും നിന്ന് കുറച്ച് പൂവും കാട്ടിയടികളും എല്ലാം പറിച്ചു, അത്തപ്പൂ ഇട്ടു. കൊച്ചു പറയുന്നത് അവളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അലീന ജോസഫ്. പിന്നെ എൻ്റെ വകയും സാറിൻ്റെ വകയും ഒരു ഹാപ്പി ഓണം. പിന്നെ ഞങ്ങളുടെ വർക്ക് കൊളീഗ്സും എല്ലാവരും, അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10-25 പേര് ഗ്യാദർ ആവുമായിരുന്നു ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഓരോ ടാസ്ക് ഉണ്ടായിരുന്നു. 2-3 കറി വെച്ച് പ്രിപ്പയർ ചെയ്ത് വരണമെന്നുള്ളത്. എനിക്ക് കിട്ടിയത് അവിയൽ, കൂട്ടുകറി, പിന്നെ എന്തോർണവും കൂടി കിട്ടിയായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. അങ്ങനെ എല്ലാ സാധനവും അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ആദ്യത്തെ പന്തിയിൽ തന്നെ, ഞാൻ സാധാരണ അവസാനത്തെ പന്തിയിലാണ് ഇരിക്കാറുള്ളത്, പക്ഷേ ആദ്യത്തെ പന്തിയിൽ തന്നെ കയറേണ്ടി വന്നു. കാര്യം നമ്മുടെ കൂടെ ഞങ്ങളുടെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു പുള്ളിക്കാരിയും കൂടി ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരി. അപ്പം അവർക്ക് ഫസ്റ്റ് ടൈമാണ് ഓണം എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ആ ഫുഡിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് കഴിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാനും അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ അവർക്ക് താഴത്തിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫോളോ ചെയ്യണമല്ലോ കൾച്ചറിനെ, അത്രയേ ഉള്ളൂ. അങ്ങനെ താഴത്തവരെ പിടിച്ചിരുത്തി. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മീനൂട്ടിയും ജിയുടെ ഒരു ഡാൻസോടെ ആയിരുന്നു തുടക്കം ഇത് ചെയ്തത്. അതിനുശേഷം ഓരോരുത്തരും പലതരം കൾച്ചറൽ ഈവൻറ്റ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം വരെ നല്ല മഴയായിരുന്നു. മഴയുണ്ടായിരുന്നെങ്കിൽ മൊത്തം പരിപാടിയും നന്നായി വരില്ലായിരുന്നു. പിന്നീട് എന്തായാലും ക്ലൈമറ്റ് നല്ല വെയിലുള്ളത് കാരണം അന്നത്തെ ദിവസം നല്ലപോലെ നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഓരോരുത്തരുടെ ഇവൻ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ടീംസ് വന്ന് അവരുടെ ഡാൻസും പെർഫോം ചെയ്ത് ഇവർ നല്ലപോലെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചായിരുന്നു. അങ്ങനെ പിള്ളേരും എല്ലാം എൻജോയ് ചെയ്തു. അപ്പം തന്നെ ഏകദേശം ഈവനിങ് ടൈം ആയിരുന്നു. അപ്പം തന്നെ റാപ്പപ്പ് ചെയ്തു. ഇനിയിപ്പം അടുത്തൊരു ഓണം കാണുന്നവരേക്കും ബൈ എന്ന് പറഞ്ഞ് എല്ലാവർക്കും വിട പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.